നമ്മുടെ ഓണാഘോഷത്തിന്റെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പ് ഞാൻ വില്ല പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ വില്ല. ഇതിനകത്ത് മൊത്തം 11 ഫാമിലിയുണ്ട്. 11 ഫാമിലിയിൽ പലരും പല സ്ഥലത്തുനിന്ന് വന്നവരാണ്. ഇന്നത്തെ ദിവസം എല്ലാരും തിരക്കിലായിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും 2-3 ഐറ്റംസ് വെച്ച് സദ്യ ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഓണാഘോഷത്തിന് റെഡിയാവൽ എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതാ എന്റെ ഐറ്റം ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചിപ്പുള്ളി, മൂര്, പൈനാപ്പിൾ പച്ചടി. ഞാനും റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. 11:30-12 മണിയോടുകൂടി എല്ലാരും എത്തി അവരവരുടെ ഐറ്റംസ് ആയി. അത്തപ്പൂവിനുള്ള പൂവും എത്തി. പിന്നെ കുറച്ച് മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെൺകുട്ടികളെല്ലാം പട്ടുപാവാടയും മുടുപ്പും പൂവൊക്കെ വെച്ചപ്പോ കുറച്ച് ചെക്കന്മാരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് അവരും റെഡിയായി. കുട്ടിയോടും വലിയവരും എല്ലാരും മുല്ലപ്പൂ വെച്ചു. കാരണം വല്ലപ്പോഴും കിട്ടുന്ന അവസരമല്ലേ, അത് നമ്മൾ ഒട്ടും പഴക്കിയില്ല. കുറച്ചു നേരം വിശേഷം പറച്ചിലും സൗന്ദര്യം ആസ്വദിക്കലും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ആ ഓണമൂട് പാട്ട് വന്നപ്പോ തന്നെ ആ വൈബ് അങ്ങോട്ട് സെറ്റായല്ലേ. കുട്ടികൾ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങള് പതുക്കെ അത്തപ്പൂ ഇടലിന്റെ തിരക്കിലായി. ഫുഡ് കഴിക്കാൻ അപ്പോഴേക്ക് സമയമായി. അപ്പൊ സദ്യ വിളമ്പിൽ ഒരു വഴിക്കും അത്തപ്പൂട വേറൊരു സൈഡിന് നടന്നുകൊണ്ടിരുന്നു. 2 കൂട്ടം പായസവും കഴിച്ച് സദ്യ കഴിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ. അതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ നമ്മളതിന് ടൈമൊന്നും കൊടുത്തില്ല. നേരെ കളിയിലോട്ട് ഇറങ്ങി. ആദ്യം കുട്ടികൾ ഇറങ്ങി, പിന്നെ അടുത്തടുത്ത കളിയായിട്ട് തുടങ്ങി. അപ്പൊ ബാക്കി കണ്ടു നോക്കൂ കളികളും കാര്യങ്ങളും. കളികളൊന്നും ചിരിക്കാണ്ട് കാണാൻ പറ്റുമെന്നൊന്ന് നോക്കണേ. ഫസ്റ്റ് വെള്ളം നിറയ്ക്കൽ മത്സരമായിരുന്നു. പിന്നെ മിഠായി പറക്കലായി. കുട്ടികളുടെ മിഠായി പറക്കൽ കഴിഞ്ഞു. സുന്ദരിക്ക് പൊട്ട് തൊടൽ തുടങ്ങി. പിന്നെ ലെമൺ ആൻഡ് സ്പൂണായി. ഇപ്പോഴേക്കൊരു 6 മണിയായി കാണും. പക്ഷേ ചൂട് അത് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എല്ലാരും ഒന്ന് ക്ഷീണിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ സംഭാരം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. സംഭാരം കുടിച്ച് നേരെ വടംവലിയിലോട്ട് കിടന്നു. പിന്നെ തിരുവാതിരയായി. കയറില്ലാത്തത് കൊണ്ട് കൊട മടിയായി. ഒപ്പനയും കൂടെ ആയാലോ. Thank you.
ആദ്യത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു വളക്കാപ്പ് സർപ്രൈസിനെ പറ്റിയിട്ട്? അപ്പൊ അതാണ്. നമ്മുടെ ഇത്രയും ചെയ്യുമ്പോൾ ഇവരിങ്ങനെ വെറുതെ കയ്യും കെട്ടി നിന്നാൽ ശരിയാവില്ലല്ലോ. അതിനുള്ള പണിയാണ് കേട്ടോ ഇത്. അടുത്തതായൊരു തകർപ്പൻ ഡാൻസ്. ഫൈനലായി ഒരു കലാകാരന്റെ പാട്ടും കൂടെ ഉണ്ട് കേട്ടോ. തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിനാടു നീ മുളം കാട്ടിനുള്ളിലും ഓണവിന്തുടി മുഴങ്ങുന്നു. താണുവരും മാലാഖപ്പൂഞ്ചിറകോ താഴ്വരയിൽ മന്ദാരപ്പൂനിരയോ പറന്നു വന്നീ തളങ്ങളിൽ പാടാത്ത. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.